പൂരം പൊടിപൂരം തൃശ്ശൂർ പൂരലഹരിയിലേക്ക് അമർന്നിരിക്കുന്നു. ഏറ്റവും പുതിയ കാഴ്ചകളും പൂരവിശേഷങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് അവിടെ നിന്നും തത്സമയം ചേരുകയാണ്. ദിൽജിത്ത്, വെടിക്കെട്ടുകളുടെ കാര്യത്തിൽ അടക്കം ചില നിയന്ത്രണങ്ങൾ എത്തുന്നു. ആനകളെ നിരത്തുന്ന കാര്യത്തിൽ ശക്തമായ നിബന്ധനകൾ പാലിക്കുന്നു. പക്ഷേ ഇതിനൊക്കെ അപ്പുറം ഉത്സവത്തിൻ്റെ ലഹരി ഞങ്ങളിൽ നിന്ന് പോകില്ല എന്ന പ്രഖ്യാപനമാണോ അവിടെ നമുക്ക് കാണാനാകുന്നത്? എന്തൊക്കെ ചടങ്ങുകളാണ് ഇനിയുള്ളത്? അജിംഷാദ്, തീർച്ചയായും ഇത്തരത്തിലുള്ള നിയന്ത്രണങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഏറെ ആശങ്ക സൃഷ്ടിച്ചിരുന്നെങ്കിലും ഇന്ന് പുലർച്ചയോടുകൂടി കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തോടുകൂടി തൃശ്ശൂർ പൂരത്തിന് ഔദ്യോഗിക തുടക്കമായിരിക്കുന്നു. അതിന്റെ എല്ലാത്തരം ആവശ്യത്തോടുകൂടിയും തന്നെ തൃശ്ശൂർകാർ മാത്രമല്ല എല്ലാ മലയാളികളും തൃശ്ശൂർ പൂരത്തിന്റെ വരവിനെ ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഘടക പൂരങ്ങളുടെ വരവാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം 2000 വർഷം പഴക്കമുള്ള ആറാട്ടുപുഴ പൂരമായിരുന്നു ആദ്യം നിലനിന്നത്. 8 പൂരങ്ങൾക്ക് മഴ മൂലം പങ്കെടുക്കാൻ സാധിച്ചിരുന്നില്ല. തൊട്ടടുത്ത വർഷം മുതൽ ഈ 8 പൂരങ്ങൾക്ക് ആറാട്ടുപുഴ. തീർച്ചയായും പൂരവിശേഷങ്ങൾ പങ്കുവച്ച് ഞങ്ങളുടെ പ്രതിനിധി ദിൽജിത്ത് അവിടെ നിന്ന് ഒരിക്കൽ കൂടി ചേരുകയാണ്. ദിൽജിത്ത്, കാണാൻ പോകുന്ന പൂരം പറഞ്ഞറിയിക്കരുതെന്നാണ് ചൊല്ല്. എങ്കിൽ പോലും പൂരത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാതെ വയ്യ. എന്തൊക്കെയാണ് ഇപ്പോൾ നടക്കുന്ന ചടങ്ങുകൾ? ഇന്നത്തെ പ്രധാന ചടങ്ങുകൾ എന്തൊക്കെ? അജിംഷാദ്, ഇന്ന് പുലർച്ചെ കണിമംഗലം ശാസ്താവിന്റെ എഴുന്നള്ളത്തോടുകൂടിയാണ് പൂരത്തിന്റെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമായത്. ഘടകപൂരങ്ങളിൽ ഏറ്റവും പ്രധാനിയാണ് കണിമംഗലം ശാസ്താവ്. ലക്ഷണപ്രകാരം നോക്കുമ്പോൾ, ശാസ്ത്രപ്രകാരം നോക്കുമ്പോൾ വടക്കൻനാഥനേക്കാൾ ഉയർന്നാണ് കണിമംഗലം ശാസ്താവിന്റെ രൂപം. അതുകൊണ്ട് തന്നെ കണിമംഗലം ശാസ്താവ് തെക്കേ ഗോപുര നടവഴി ഉള്ളിൽ പ്രവേശിച്ച് പടിഞ്ഞാറേ ഗോപുരം വഴി പുറത്തേക്ക് എഴുന്നള്ളി പോയതോടുകൂടി പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കമായി. തുടർന്ന് 8 ഘടകദേശങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളത്തുകൾ വടക്കൻനാഥനെ വണങ്ങി തിരികെ പോകുന്ന ഒരു ചടങ്ങുണ്ട്. ഇതിനുശേഷം തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങൾ വടക്കൻനാഥനെ വണങ്ങി തിരികെ പോകുന്ന ചടങ്ങുകൾക്ക് മുഴുവൻ ചേർത്താണ് തൃശ്ശൂർ പൂരം എന്ന രീതിയിൽ ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. 2000-ലധികം വർഷമുള്ള ആറാട്ടുപുഴ പൂരമാണ് തൃശ്ശൂർ പൂരത്തിൻ്റെ ഒരു പിറവിക്ക് കാരണമായത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് 220 വർഷങ്ങൾക്ക് മുമ്പ് ഈ പൂരത്തിൽ പങ്കെടുക്കാനായി പോയ തൃശ്ശൂർ പ്രദേശത്തെ 8 ഘടകപൂരങ്ങൾ, ഈ ഘടകപൂരങ്ങൾക്ക് ഒരു വർഷം ശക്തമായ മഴയെ തുടർന്ന് പൂരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാതെ വന്നു. തൊട്ടടുത്ത വർഷം ഈ ഒരു കാരണത്താൽ ഈ 8 ഘടകപൂരങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്നാൽ തൃശ്ശൂർ ആ സമയത്ത് കൊച്ചി രാജ്യം ഭരിച്ചിരുന്ന തൃശ്ശൂരിൻ്റെ അധിപൻ ശക്തൻ തമ്പുരാൻ ഈ 8 ഘടകക്ഷേത്രങ്ങൾക്ക് വേണ്ടി മറ്റൊരു പുതിയ പൂരം വടക്കംനാഥൻ്റെ മണ്ണിൽ രൂപപ്പെടുത്തി. അതാണ് തൃശ്ശൂർ പൂരം എന്ന രീതിയിൽ പിന്നീട് ഖ്യാതി കേട്ടത്. ഈ കൊല്ലം 220ാമത്തെ പൂരത്തിനാണ് ഇപ്പോൾ കൊടിയേറിയിരിക്കുന്നത്. അല്പസമയം മുമ്പ് കണിമംഗലം ശാസ്താവിൻ്റെ എഴുന്നള്ളത്തോടുകൂടി പൂരത്തിൻ്റെ ചടങ്ങുകൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഇന്ന് ഈ കാണുന്ന രീതിയിലായിരുന്നില്ല തൃശ്ശൂർ പൂരത്തിൻ്റെ ആദ്യ രൂപത്തിലുള്ള തുടക്കം. ഒറ്റ ആനപ്പുറത്ത് വിഗ്രഹങ്ങൾ ഏറ്റിക്കൊണ്ടുള്ള ഒരു പൂരമായിരുന്നു അന്നത്തെ പൂരം എന്ന് പറയുന്നത്. ഓരോ ദേശത്തു നിന്നും ആനപ്പുറത്ത് വിഗ്രഹങ്ങൾ ഏറ്റി, തിടമ്പുകൾ ഏറ്റി വടക്കൻനാഥനെ വണങ്ങി തിരികെ പോകുന്നത് മാത്രമായിരുന്നു ചടങ്ങ്. എന്നാൽ കാലം മുന്നോട്ട് പോയപ്പോൾ പിന്നീട് കുടമാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വന്നു. കുടമാറ്റം തുടങ്ങാനുള്ള ഒരു കാര്യത്തിൻ്റെ പിന്നിൽ ഒരു വലിയ ചരിത്രം തന്നെയുണ്ട്. ഒരു തവണ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ തെക്കോട്ടിറക്കം കഴിഞ്ഞ് എനിക്ക് പുറകിലായി കാണുന്ന തെക്കേ ഗോപുര വാതിൽ വഴി പുറത്തേക്ക് ഇറങ്ങി വിട ചൊല്ലി പറയുന്ന ഒരു ചടങ്ങാണ് ഉള്ളത്. ഇത്തരത്തിൽ വിടവിൽ ചൊല്ലി പറയുന്ന സമയത്ത് അന്ന് മദ്രാസിൽ നിന്ന് കൊണ്ടുവന്ന ഏതാനും കുടകൾ പാറമേക്കാവ് വിഭാഗം ഉയർത്തിക്കാട്ടുകയും തൊട്ട് അപ്പുറത്ത് എതിർവശത്ത് നിന്നിരുന്ന തിരുവമ്പാടി വിഭാഗം ആ സമയത്ത് കയ്യിലുണ്ടായിരുന്ന ഓലക്കുടകൾ ഉയർത്തിക്കാട്ടുന്ന ഒരു സംഭവമുണ്ടായി. തൊട്ടടുത്ത വർഷം മുതലാണ് ഇത്തരത്തിൽ ഇരു വിഭാഗങ്ങളും തെക്കോട്ടിറക്ക സമയത്ത് കുടകൾ കൈവശം സൂക്ഷിക്കുകയും തുടർന്ന് ഇരു വിഭാഗങ്ങളും മത്സരിച്ച് ആ കുടകൾ ഉയർത്തിക്കാട്ടുന്ന ഒരു സമ്പ്രദായം ആരംഭിച്ചത്. ഏകദേശം 100 വർഷം മുമ്പാണ് കുടമാറ്റം എന്നൊരു സമ്പ്രദായം ആരംഭിച്ചത് എന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇപ്പോഴും തുടർന്നു വരുന്ന ഈ കുടമാറ്റം എന്ന ആചാരത്തിന് ഏറെ വർണ്ണാഭമായ ചടങ്ങിന് ഏറെ ആരാധകരുണ്ട്. ആ കുടമാറ്റവും മേളവും എല്ലാം തന്നെ കാണുവാനാണ് പൂരപ്രേമികളായ എല്ലാവരും തന്നെ എത്തിച്ചേരുന്നത്. ഇപ്പോൾ 220 വർഷം പിന്നിടുമ്പോൾ 15ഓളം ആനകളാണ് ഇരു വിഭാഗത്തും, തിരുവമ്പാടി, പാറമേക്കാവ് വിഭാഗത്തിൽ
15 വീതം ആനകളാണ് ഇരുഭാഗത്തും നിലകൊണ്ട് ഇത്തരത്തിൽ കുടമാറ്റവും മറ്റും നടത്തി തിരികെ പോകുന്നത്. ഏതായാലും പൂരം കൊടിയേറിയത് മുതൽ ഇന്ന് രാവിലെ പുലർച്ചെ ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള എഴുന്നള്ളിപ്പ് തുടങ്ങിയതോടുകൂടി തന്നെ പൂരനഗരിയിലേക്ക് ആയിരക്കണക്കിന് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തിരുവമ്പാടി ക്ഷേത്രത്തിൽ നിന്നുള്ള എഴുന്നള്ളത്ത് എത്തും. തിരുവമ്പാടി മഠത്തിൽ ദേവസ്വം മഠത്തിലേക്ക് പോയ ശേഷം അവിടെ നിന്നാണ് വടക്കനാഥ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി വരുന്നത്. ഇതിനെ മഠത്തിൽ വരവ് എന്നാണ് പറയുന്നത്. ഇതിനുശേഷം പടിഞ്ഞാറെ ഗോപുരത്തിലെത്തിയ ശേഷം അവിടെ പഞ്ചവാദ്യമേളം നടക്കും. മഠത്തിൽ വരവിനോട് ചേർന്നുള്ള പഞ്ചവാദ്യവും അതിനുശേഷം പഞ്ചവാദ്യമേളത്തിന് ശേഷമാണ് തിരുവമ്പാടി വിഭാഗം അകത്തേക്ക് കയറുക. അതിനിടെ പാറമേക്കാവിൽ നിന്ന് പുറപ്പെടുന്ന എഴുന്നള്ളിപ്പ് പടിഞ്ഞാറെ ഗോപുരം വഴി അകത്ത് കയറി പടിഞ്ഞാറെ ഗോപുരത്തിന് സമീപമായുള്ള കുഞ്ഞിലഞ്ഞിത്തറയിൽ ഇലഞ്ഞിത്തറ മേളം കൂട്ടും. പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 250-ലധികം കലാകാരന്മാരാണ് ഈ ഇലഞ്ഞിത്തറ മേളത്തിൽ പങ്കെടുക്കുന്നത്. ക്ഷേത്ര ഗോപുരത്തിനകത്ത് ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് പാണ്ടിമേളം കൂട്ടുന്നത് ലോകത്ത് ഒരിടത്ത് മാത്രം സംഭവിക്കുന്ന കാര്യമാണ്. മറ്റൊരു ക്ഷേത്രങ്ങളിലും ഇത്തരത്തിലൊരു ആചാരം പാണ്ടിമേളം ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കൊട്ടാൻ അനുവദനീയമല്ല. തൃശ്ശൂർ പൂരത്തിൽ മാത്രമാണ്, വടക്കനാഥ ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് മാത്രമാണ് ഇത്തരത്തിൽ പാണ്ടിമേളം ക്ഷേത്ര മതിൽക്കെട്ടിനകത്ത് കൂട്ടുന്നത്. അതോടൊപ്പം മറ്റൊരു കാര്യം കാണിക്കാനുള്ളത്, ഇത്തരത്തിൽ ഈ പൂരത്തിന് കൊടിയേറുന്നത് മുതൽ കൊടി വിട ചൊല്ലി പറയുന്നത് ഉപചാരം ചൊല്ലി പിരിയുന്നത് വരെയുള്ള ചടങ്ങുകളെല്ലാം തന്നെ വടക്കനാഥനെ സാക്ഷിയാക്കിയാണ് നടത്തുന്നതെങ്കിൽ പോലും വടക്കനാഥ ക്ഷേത്രത്തിന് ആചാരപരമായി ഈ പൂരം നടത്തിപ്പുമായി യാതൊരു ബന്ധവുമില്ല എന്നത് തന്നെയാണ്. മറ്റ് ഘടകക്ഷേത്രങ്ങൾക്ക് അവരുടെ പൂരം നടത്തിപ്പോകാനുള്ള ഒരു നിലം ഒരുക്കി കൊടുക്കുക മാത്രമാണ് വടക്കനാഥൻ്റെ ഒരു കടമ ആയി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പറഞ്ഞ ഇലഞ്ഞിത്തറ മേളത്തിന് ശേഷം വീണ്ടും തിരുവമ്പാടി പാറമേക്കാവ് ഭഗവതിമാർ വലം വെച്ച് തെക്കോട്ട് ഇറങ്ങി ഈ കാണുന്ന തെക്കേ ഗോപുരനടയ്ക്ക് മുന്നിൽ ഇരുവശത്തുമായി അണിനിരുന്ന ശേഷമാണ് കുടമാറ്റം ആരംഭിക്കുക. കുടമാറ്റത്തിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ 2 ദിവസങ്ങളും തിരുവമ്പാടി പാറമേക്കാവ് ദിവസങ്ങൾ മാസങ്ങൾ കൊണ്ട് നെയ്തെടുത്ത വർണ്ണക്കുടകളും അതോടൊപ്പം ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും വ്യത്യസ്തത പാലിക്കുന്ന കാത്തു സൂക്ഷിക്കുന്ന വെഞ്ചാമരങ്ങളും എല്ലാം തന്നെ പുറത്തെടുക്കുക. ഇത് മേളത്തിനൊപ്പം പൂരപ്രേമികളുടെ ആരവത്തിന് ആക്കം കൂട്ടിക്കൊണ്ട് ഈ വർണ്ണക്കുടകളെല്ലാം തന്നെ പുറത്തെടുക്കുന്ന ആ കാഴ്ച കാണുന്നതിനായി ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെ തടിച്ചുകൂടിയിരിക്കുന്നു. ഉച്ചയ്ക്ക് ശേഷം ഇലഞ്ഞിത്തറ മേളം കഴിഞ്ഞ് പുറത്തേക്ക് തെക്കോട്ടിറക്കം നടക്കുന്ന സമയത്ത് ഇവിടെ കൂടിയിരിക്കുന്നവരുടെ എണ്ണം ലക്ഷങ്ങൾ കടക്കും എന്ന് തന്നെ പറയേണ്ടി വരും. ഏതായാലും ഇപ്പോൾ അത്തരത്തിൽ മഠത്തിൽ വരവിന് ശേഷമുള്ള പഞ്ചവാദ്യത്തിനും ഇലഞ്ഞിത്തറ മേളത്തിനും തെക്കോട്ടിറക്കത്തിനും വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് പൂരപ്രേമികൾ. തീർച്ചയായും ദിൽജിത്ത്, അതായത് ഒരുപാട് പ്രത്യേകതകൾ ശക്തൻ തമ്പുരാൻ്റെ നിലപാടുകളുടെ വിഷയത്തിൽ രൂപപ്പെട്ടത് മഠത്തിൽ വരവിൻ്റെ പ്രത്യേകത, പാണ്ടിമേളത്തെ ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ അനുവദിക്കുക, ഒപ്പം ഒരു ബന്ധവുമില്ലാതെ ഈ 8 ഘടകപൂരങ്ങൾക്കുമായി വിശാലമായി തൻ്റെ നിലം തുറന്നിട്ടിരിക്കുന്ന വടക്കുംനാഥ ക്ഷേത്രം, ഒരുപാട് കാര്യങ്ങൾ പൂരത്തിന് മറ്റ് ഉത്സവങ്ങളിൽ നിന്നും പ്രത്യേകതയായി രൂപപ്പെടുത്താറുണ്ട്. ഒരുപക്ഷെ ഈ സംഗീതത്തിൻ്റെയും വാദ്യത്തിൻ്റെയും ഒപ്പം ഇത്തരം ഐതിഹ്യങ്ങളുടെ പ്രത്യേകത കൂടി അവിടെ പ്രത്യേകതയായി നിലനിൽക്കുന്നു. തീർച്ചയായും അജിംഷാദ്, ഈ പ്രദേശത്ത് ഏറ്റവും വലിയ പൂരമായി നിലനിന്നിരുന്ന ആറാട്ടുപുഴ പൂരം, ആ പൂരത്തിൽ നിന്ന് ഏറ്റവും ചരിത്രവും പാരമ്പര്യവും അവകാശപ്പെട്ടിരുന്ന ആ പൂരത്തിൽ നിന്ന് വേർപെടുത്തി ഘടകപൂരങ്ങളെ മറ്റൊരു പൂരത്തിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ അത്തരത്തിലൊരു തീരുമാനം എത്തിക്കുക എന്നത് ശക്തൻ തമ്പുരാൻ്റെ ഒരു നിയോഗമായിരുന്നു. അദ്ദേഹം ആ തരത്തിൽ ഒറ്റപ്പെട്ടു പോയ ഒരു വർഷം 220 വർഷങ്ങൾക്ക് മുമ്പ് ഒരു തവണ ആറാട്ടുപുഴ പൂരത്തിൽ പങ്കെടുക്കാൻ സാധിക്കാത്തത് വന്നത് മൂലം മാറ്റി നിർത്തപ്പെട്ടു പോയ ഒരു വിഭാഗം പൂരങ്ങളെ, ക്ഷേത്രങ്ങളെ ഒപ്പം നിർത്തി അവർക്ക് ശക്തൻ്റെ മണ്ണിൽ തന്നെ അവരുടെ കളമൊരുക്കി നൽകുക. അതും ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമായ വടക്കനാഥ ക്ഷേത്രത്തിൽ അവർക്കായി കളമൊരുക്കുക. പ്രത്യേകിച്ച് തെക്കേ ഗോപുര നട വർഷത്തിൽ 2 തവണ മാത്രമാണ് തുറക്കുക. ഒന്ന് ശിവരാത്രിക്കും ഒന്ന് പൂരത്തോട് അനുബന്ധിച്ചും. ഇത്തരത്തിൽ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നെയ്തലക്കാവ് ഭഗവതി ഇന്നലെ രാവിലെ എഴുന്നള്ളിയെത്തി തെക്കേ ഗോപുരവാതിൽ ഈ പൂരത്തിൽ ഘടകക്ഷേത്രങ്ങൾക്ക് കയറി വരാനായി തുറന്ന് ഇടുന്ന ഒരു ചടങ്ങുണ്ട്. ഇത്തരത്തിൽ വർഷം മുഴുവൻ അടഞ്ഞു കിടക്കുന്ന ഒരു ചടങ്ങ്. അത് വടക്കനാഥ ക്ഷേത്രത്തിന് പ്രത്യേകമായി എല്ലാ അമ്പലങ്ങൾക്കും ഒരു ഉത്സവമുണ്ട് എങ്കിൽ പോലും വടക്കനാഥ ക്ഷേത്രത്തിന് അത്തരത്തിലൊരു തനതായ ഉത്സവം നടത്തിപ്പ് ഇല്ല.
അത്തരത്തിൽ ഒരു ഉത്സവം നടത്തിപ്പില്ലാത്ത ഒരു ക്ഷേത്രത്തിന് അതിൻ്റേതായ ഒരു ഉത്സവം ആയി തന്നെ കണക്കാക്കാവുന്ന രീതിയിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പ് കൊണ്ടുവരിക, അതിൽ 8 ഘടകക്ഷേത്രങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകുക. അതിൽ ഏറ്റവും പ്രധാനിയായ കണിമംഗലം ശാസ്താവ് ദേവവിധി പ്രകാരം വരുമ്പോൾ വടക്കുംനാഥനേക്കാൾ ഉയർന്നാണ് കണിമംഗലം ശാസ്താവിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് കണ്ടുമുട്ടുന്ന നേർക്കുനേർ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കണിമംഗലം ശാസ്താവിനെ വടക്കുംനാഥൻ എണീറ്റിൽ നിന്ന് ബഹുമാനിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്നാണ് ദേവവിധി. അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു സാഹചര്യം ഒഴിവാക്കുന്നതിന് വേണ്ടി കണിമംഗലം ശാസ്താവ് മാത്രം വടക്കുംനാഥനെ വണങ്ങുകയോ വലം വയ്ക്കുകയോ ചെയ്യാറില്ല. അവശേഷിക്കുന്ന 7 പൂരങ്ങൾ ക്ഷേത്രത്തിനുള്ളിൽ കടന്ന് വടക്കുംനാഥനെ വണങ്ങി പൂരം നടത്തുന്നതിനുള്ള അനുമതി ചോദിച്ചതിന് ശേഷമാണ് വലം വെച്ച് പൂരപ്പറമ്പിലേക്ക് ഇറങ്ങുന്നത്. ഏറ്റവും ഒടുവിലായി എത്തുന്ന തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്വങ്ങളും ഇത്തരത്തിൽ വടക്കുംനാഥനെ വണങ്ങി വലം വെച്ച് പൂരത്തിനുള്ള അനുമതി തേടിയ ശേഷമാണ് വടക്കുംനാഥൻ്റെ മണ്ണിൽ കുടമാറ്റവും വെടിക്കെട്ടുമടക്കമുള്ള ഉത്സവങ്ങൾ നടത്തി തിരികെ പോകുന്നത്. ഏതായാലും കണിമംഗലം ശാസ്താവിന് ഇത്തരത്തിൽ വലിയൊരു പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട് നൽകുന്നുണ്ട്. പൂരത്തിന് തുടക്കം കുറിക്കാനും ഒക്കെ തന്നെ ഒരു ദേവന്മാരുടെ കാരണവർ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ കണിമംഗലം ശാസ്താവ് വെയിലും മഞ്ഞും ഏൽക്കാതെ പുലർച്ചെ എഴുന്നള്ളി 7:30 ഇവിടെ എത്തി അകത്ത് കയറി മടങ്ങിയതോടുകൂടി പൂരത്തിൻ്റെ ഔദ്യോഗിക ചടങ്ങുകൾക്ക് തുടക്കമായി. ഇപ്പോൾ 7 ഘടകക്ഷേത്രങ്ങളിൽ നിന്നുള്ള പൂരങ്ങൾ ഓരോന്നായി വടക്കുംനാഥനെ മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇപ്പോൾ മഠത്തിൽ വരവ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം തിരുവമ്പാടി ദേവിയുടെ മഠത്തിൽ വരവ് പടിഞ്ഞാറേ ഗോപുരത്തിന് സമീപം എത്തിച്ചേരുകയും തുടർന്ന് പഞ്ചവാദ്യമേളത്തിന് തുടക്കം കുറിക്കുകയും ചെയ്യും. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന പഞ്ചവാദ്യമേളം ആസ്വദിക്കുന്നതിനായി ഇപ്പോൾ തന്നെ വലിയൊരു നിര തന്നെ പടിഞ്ഞാറേ ഗോപുര നടയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. പഞ്ചവാദ്യം അവിടെ നടക്കുന്ന സമയത്ത് തന്നെയാണ് പാറമേക്കാവ് ദേവിയുടെ എഴുന്നള്ളത്തും ആ ഗോപുര നടയിലേക്ക് എത്തുക. തുടർന്ന് പടിഞ്ഞാറേ ഗോപുരം വഴി അകത്തേക്ക് കയറി അവിടെ മുമ്പ് ഇലഞ്ഞിത്തറ മേളം നടന്നിരുന്ന ഇലഞ്ഞി അത് നശിച്ചു പോവുകയും അവിടെ പുതിയൊരു ഇലഞ്ഞി മരം വെച്ച് പിടിപ്പിക്കുകയും ചെയ്തു. അവിടെ ഇപ്പോൾ ഉള്ള കുഞ്ഞിലഞ്ഞിത്തറയിൽ അവിടെ ഇലഞ്ഞിത്തറ മേളം തുടങ്ങും. പതിറ്റാണ്ടുകളായി ഇലഞ്ഞിത്തറ മേളത്തിന് നേതൃത്വം നൽകുന്ന പെരുവനം കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ 250-ലധികം കലാകാരന്മാരാണ് ഇലഞ്ഞിത്തറ മേളത്തിന് നേതൃത്വം നൽകുക. ഏതായാലും അല്പസമയത്തിനകം ആരംഭിക്കുന്ന ഈ നാദസ്വരത്തിനും പഞ്ചവാദ്യത്തിനും ഇലഞ്ഞിത്തറ മേളത്തിനും ഉള്ള കാത്തിരിപ്പിലാണ് ആസ്വാദകർ. അതിനുശേഷം തെക്കോട്ട് ഇറക്കവും തുടർന്നുള്ള കൊടിയേറ്റവും അതിനായുള്ള കാത്തിരിപ്പിലാണ് ആയിരങ്ങൾ. തീർച്ചയായും ഏത് മലയാളിയെയും താളം പിടിപ്പിക്കുന്ന തൃശ്ശൂരിൻ്റെ പ്രത്യേകത അതിൻ്റെ മേളങ്ങളാണ്, അതിൻ്റെ മേളത്തിൻ്റെ സംഗീതമാണ്. തീർച്ചയായും നമുക്ക് ഇപ്പോൾ ആ മേളത്തിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോകാം. പേരൂർ പൂരാവേശത്തിൽ തൃശ്ശൂർ പേരൂർ
തൃശ്ശിവപ്പേരൂരിൽ പൂരം പുരോഗമിക്കുകയാണ്. തീർച്ചയായും ഇതിന്റെ കാഴ്ചകളിലേക്ക്